എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ കടായി നല്ലപോലെ ചൂടായതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇതുപോലെ സവോള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ സവോളയെല്ലാം അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഈ പൊടികളെ പച്ചമണം മാറുന്നവരെ വേണം ഇതുപോലെ വഴറ്റി കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെ പച്ചച്ചൊവയെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 250 കപ്പിന് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. പിന്നെ 1/4 കപ്പ് പാല്. ഇതുപോലെ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ല പോലെ അടിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. ഈ ഒരു പാകത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യ് ഈ സോസ് പാൻ്റെ എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഈ സോസ് പാൻ്റെ എല്ലായിടത്തേക്കും ഞാൻ നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ച ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഫുള്ളായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ സമയത്തെല്ലാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടി. ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച മസാല ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വിതറി അങ്ങ് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. മസാല ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ മസാല ഞാൻ ഇതുപോലെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങിയെടുത്ത മുട്ട വേണം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓരോന്നും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാവുന്നതാണ്. മുട്ട നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിലൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ് മുട്ട ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ 3 മുട്ട കട്ട് ചെയ്തതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാം.
ടൊമാറ്റോ സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ടൊമാറ്റോ സോസ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇതുപോലെ അങ്ങ് വിതറി ഇട്ട് കൊടുക്കാം. ഇതുപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് വേവിച്ചെടുക്കും. അങ്ങനെ ഇതിപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേനും എനിക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ടിട്ടും ഒന്ന് ചെറുതായിട്ട് മൊരിപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഇതാ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അല്പം നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മുട്ട കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തന്നെയാണിത്. ഇത് നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.